ുള്ള ദൈവം ഉദ്ദേശിച്ചിട്ട് കൊടുക്കുന്ന സ്വപ്നങ്ങളുണ്ട്, ദൈവം ഉദ്ദേശിച്ചിട്ട് കൊടുക്കുന്ന ദർശനങ്ങളുണ്ട്. അതെന്താണ്? അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഉൾപ്പെടെയാണ് അതിൻ്റെ ആ വ്യക്തിയെ അഡ്രസ്സ് ചെയ്യണത് വിത്ത് അഡ്രസ്സാണ് കൊടുക്കണത്. കാര്യം എന്താണ്? ഇത് എന്നെക്കുറിച്ച് പറഞ്ഞതാണെന്ന് ആന്തരികമായ ബോധ്യം എനിക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ദൈവഹിതപ്രകാരമുള്ള ദർശനങ്ങൾക്കോ സ്വപ്നങ്ങൾക്കോ ദൈവം നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുത്തി തരും. എന്താണ്? ഇത് നിങ്ങളെ തന്നെ ഉദ്ദേശിച്ച് ചെയ്തിട്ടുള്ളതാണെന്ന് പറയും. അത് പറയുന്ന സമയത്ത് ചിലർക്ക് കുളിരോടുന്ന പോലുള്ള ശാരീരികമായ ഫിസിക്കൽ ഫിനോമിന ഉണ്ടാകും. ദൈവാനുഭവത്തിന് ഒത്തിരിയേറെ രസകരമായ അനുഭവങ്ങളുണ്ട്. കാര്യം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടുപേരുടെ ഇരട്ട അഭിഷേകം എന്ന് പറയും. പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരേ സമയം തന്നെ ആന്തരികമായ ഈ ബോഡിയിൽ തന്നെ ഫീലിംഗ് ചെയ്യും. ഒരു പ്രത്യേക നമ്മൾ ഒരു പൂരണിപ്പ് എന്നൊക്കെ പറയുന്ന പോലെ രീതിയിലുള്ള ഒരു ഫീലിംഗ് നമുക്കുണ്ടാകും. കേൾക്കുന്നവർക്കും ഉണ്ടാവും, പറയുന്നവർക്കും ഉണ്ടാവും. അപ്പോൾ എന്താണ്? പരിശുദ്ധാത്മാവിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കും സംഭവിക്കുന്ന കാര്യങ്ങൾക്കും നമുക്ക് പേഴ്സണൽ കൺകറൻസ് കിട്ടാൻ നമുക്ക് വ്യക്തിപരമായി ദൈവം നൽകുന്ന ശാരീരികമായ അനുഭവങ്ങൾ ഫിസിക്കൽ ഫിനോമെറ്റിസിസമാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു വിഷയം ദൈവികമായ കാര്യങ്ങളുടെ ശാരീരികമായ പ്രതിഭാസങ്ങൾ അത് ഇന്നത്തെ കാലത്ത് ഉടമ്പടിയുടെ അനുഭവങ്ങളിൽ കൂടിക്കൂടിയാണ് വരണത്. ഇപ്പം അത് എല്ലാവർക്കും അതുകൊണ്ടാണ് സുഗന്ധാഭിഷേകം വരണത്, മഴവില്ല് വരണത്, അതുപോലെ തന്നെ മാതാവ് സ്വപ്നത്തിൽ വന്നു വിളിക്കണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യന് നമ്മുടെ അദ്ദേഹം പറയണത് ഇവിടെ ഇതിന് വാതിക്കലിരിക്കുന്ന മാതാവ് വന്ന് എന്നെ ഒരു സ്വർണത്തിൻ്റെ വടി കൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു, അമ്മ എൻ്റെ ജന്മത്തിൽ ഞാൻ 5:30 എഴുന്നേര ചരിത്രമില്ല. എനിക്ക് 35 വയസ്സായി. 35 കൊല്ലത്തിനുള്ളിൽ ഇന്ന് വരെ ഞാൻ 8 മണിക്കൊക്കെയാണ് എഴുന്നേൽക്കണത്. ഞാനെങ്ങനെയാണ് 5:30 എഴുന്നേൽക്കണത്? അപ്പോഴെന്ത് ചെയ്ത് അമ്മ കറക്റ്റ് 5:29 ആയപ്പോൾ കൃപാസനം വാതിക്കെ നിൽക്കുന്ന മാതാവ് വന്ന് എന്നെ തോണ്ടി വിളിച്ചു. ഞാൻ ഞെട്ടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ മണി 5:30. അതായത് ഇത് ഈ കാലങ്ങളിൽ അഡ്രസ്സ് നേരിട്ട് നമുക്ക് അനുഭവം കിട്ടും. നേരിട്ട്. അതായത് ഒന്നാമത്തെ കൃപാസനത്തിൻ്റെ വിഷയം സഞ്ചാരി മാതാവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇവരുടെ കാര്യം തന്നെ എടുക്കാം. ഇവർക്ക് ഈ ക്യാൻസർ 99% കുറഞ്ഞല്ല, പിന്നെ 1% ഉള്ളു. അപ്പം ആ സന്തോഷ വാർത്ത എന്നെ അറിയിക്കാൻ വേണ്ടി അവരിവിടെ വന്നപ്പോൾ എന്നാ പറ്റിയത്? പ്രൊഫസർ ഇവിടെ വന്നപ്പോൾ ഓഫീസിൽ നിന്ന് പറഞ്ഞ്, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കണ്ടതല്ലേ അച്ഛനെ, കണ്ടിട്ട് പോയപ്പോഴല്ലേ ഇത്രയും കുറഞ്ഞിരിക്കണത്, ഇനിയിപ്പം നിങ്ങൾക്ക് 90 ദിവസം കഴിഞ്ഞ് കാണാൻ പറ്റത്തുള്ളൂ. കാര്യം ഒത്തിരി പേര് കാണാനുണ്ട്, ഒരു പ്രാവശ്യം പോലും കാണാത്തവരുണ്ടല്ലോ. അപ്പം പ്രൊഫസറിന് അത് കാര്യം മനസ്സിലായപ്പോൾ പ്രൊഫസർ സങ്കടത്തോടെയാണെങ്കിൽ തിരിച്ചുപോയി. പിറ്റേ ദിവസം കൊണ്ട് ഞാൻ പ്രൊഫസറിൻ്റെ വീടിൻ്റെ വാതിൽക്കൽ നിൽക്കണം. അല്ല, എനിക്കറിയാൻ പാടില്ല. ഞാൻ ചേന്നമംഗലത്ത് പോയ ആളാണ്. ചേന്നമംഗലം എൻ്റെ പഠനത്തിൻ്റെ ഒരു ഭാഗമാണ്. പഴയകാല ക്രിസ്ത്യൻ സെറ്റിൽമെൻറ്റാണ് ചേന്നമംഗലം എന്ന് പറയുന്നത്. 1800 കൊല്ലം പഴക്കമുള്ള സെറ്റിൽമെൻറ്റാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെയുണ്ട്. ഞാൻ പഠിച്ച ഒരു പുസ്തകം എഴുതുന്നുണ്ട്. ആ പുസ്തകത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ചേന്നമംഗലത്ത് യഹൂദ പള്ളി ചെന്ന് ആ പള്ളി ഒത്തിരി ഇടാകൂടങ്ങളിൽ പോയിട്ടാണ് പള്ളിയെത്തിയപ്പോൾ പള്ളി അടച്ചിട്ടിരിക്കുകയാണ്. പള്ളി അടച്ചിട്ടപ്പോൾ റോഡ് വക്കെ നിന്നിരിക്കുന്ന ഒരാളിനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ കാറിലേക്ക് വിളിച്ചപ്പോൾ അയ്യോ ജോസഫത്തല്ലേ, എന്താ ഇവിടെ എന്ന് ചോദിച്ചു. ഞങ്ങൾ ഇന്നലെ അച്ഛനെ കാണാമെന്നു. അപ്പോഴെന്ത്, അച്ഛാ ഞങ്ങൾ സാക്ഷ്യം പറയാൻ ഇരിക്കുകയാണ്, 1% കൂടിയേ എനിക്ക് ക്യാൻസർ ഉള്ളൂ, ബാക്കിയെല്ലാം അമ്മ ഏറ്റെടുത്ത് അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്താണ്, ഇവിടുന്ന് മടക്കി വിട്ട ആളെ അമ്മ എന്നെ അവിടെ വീട്ടിൽ കൊണ്ട് ആശീർവദിച്ചു. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സഞ്ചാരി മാതാവ് ഇതാണ് സംഭവം. ഇക്കാലങ്ങളിൽ ഉടമ്പടിയുടെ വിഷയം എന്ന് പറയണത് ജീവനോടെ അത് ഞാൻ പറഞ്ഞ ഉടമ്പടി നിങ്ങൾ അതിൻ്റെ ഒഴുക്കത്തുനിന്ന് ഒഴുകിയാൽ മതി. മനസ്സിലായോ? ഉടമ്പടി തടസ്സമില്ലാതെ ഒന്ന് ഒഴുകിയാൽ മതി. അതിൻ്റെ ഫലം സ്വാഭാവികമായിട്ട് ഉണ്ടാകണമെന്നാണ്. നമുക്ക് റിസ്ക് ഇല്ല. എന്താ കാരണം? ഒരു കാര്യം നടന്നില്ലെങ്കിൽ ദൈവം അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം നേരിട്ട് ആ വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്കും. അതാണ് ഉടമ്പടി. എന്താ കാര്യം? ഇത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ വിഷയമായത് കാരണം നമ്മളെ അനുഗ്രഹിക്കുക, സാക്ഷികളാക്കി മാറ്റുക ആരുടെ ആവശ്യമാണ്? നമ്മുടെ ആവശ്യം പോലെ തന്നെ ദൈവത്തിൻ്റെ ആവശ്യമാണ്.
അതുകൊണ്ടാണ് ഇത് സ്പീഡാകുന്നതിൻ്റെ കാര്യം. നിങ്ങൾക്ക് പറ്റുന്ന ചിലർക്ക് പറ്റുന്ന അബദ്ധം, നിങ്ങളിങ്ങനെ പൊട്ടം കണ്ണാനെ പോലെ തപ്പിയും തടഞ്ഞുമൊക്കെ എന്തിനൊക്കെ ചെയ്യോ, ഇനി അത് എവിടെ കൊടുക്കാനാണ്, രോഗികളെ കാണാനാണ്, ആരെ കാണാനാണ്, നമ്മുടെ താലൂക്കിൽ ഗവൺമെൻറ് ആശുപത്രി ഉണ്ടാ കൊള്ളാം നല്ല പരിപാടിയെ പോയി അവിടെ ഇന്ന് വരെ ഒരു ഗവൺമെൻറ് ആശുപത്രി പോയിട്ടില്ല, എല്ലാം പ്രൈവറ്റ് ആശുപത്രിയിലേ പോയിട്ടുള്ളൂ. അപ്പോൾ പാവത്തങ്ങളൊക്കെ ഉള്ള ഗവൺമെൻറ് ആശുപത്രി ആയിരിക്കുമല്ലോ ഉള്ളത്, അവരെയാണല്ലോ പോയി കാണേണ്ടത്. അപ്പോൾ അവരെ പോയി കാണുമ്പോൾ ഇവർക്ക് അറിയത്തില്ല, ഇവരുടെ മനുഷ്യരുടെ സംസർഗം അതാണ്. നമ്മുടെ താലൂക്കിൽ ഗവൺമെൻറ് ആശുപത്രി ഉണ്ടാകുന്ന പോലും അവർക്ക് അറിയത്തില്ല, അത്രയും ബന്ധമുള്ളു. അങ്ങനെ മനുഷ്യനുമായിട്ട് സാധാരണ മനുഷ്യനായിട്ട് ഒരു ബന്ധമില്ലാത്തവരെ ഇപ്പോഴെന്ത് ഉടമ്പടി എന്ത് ചെയ്യും, അവരെ തിരക്കിപ്പോകും. തിരക്കിപ്പോകണത് ഉടമ്പടിയുടെ ഒരു നിയോഗം നിറവേറ്റാനല്ല, ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ വളരാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അത് മനസ്സിലായി, അത് ഓർത്തേക്കണം. ഉടമ്പടി അപ്പോൾ നിങ്ങൾ ഞങ്ങൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി, ഞങ്ങളത് കണ്ടു, രോഗികൾ കണ്ടു, കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു, അവർക്ക് ഞങ്ങളുടെ കയ്യിലുള്ളതൊക്കെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. നിങ്ങളെന്താ കാര്യം നിങ്ങൾ ചെയ്യണ കാര്യങ്ങളെല്ലാം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്.